അടുത്തതായിട്ട് നമുക്ക് ഡെഫിനിഷനാണുള്ളത് 1.57. ദ വെക്റ്റർ സ്പേസ് ഓഫ് ഓൾ അഫൈൻ സ്പേസസ് ഓഫ് എ വെക്റ്റർ സ്പേസ് വി. അതായത് ഇപ്പം നമ്മൾ പറഞ്ഞാൽ ഈ അഫൈൻ സ്പേസസ് എടുത്തു കഴിഞ്ഞാൽ അതൊരു വെക്റ്റർ സ്പേസ് ഫോം ചെയ്യുമെന്ന് പറഞ്ഞല്ലോ. വിത്ത് എ ഗിവൺ സബ് സ്പേസ് യു വിത്ത് അഡിഷൻ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷനൊക്കെ എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടായിരുന്നു. അതിനെ നമ്മൾ V/U എന്ന് ഡിനോട്ട് ചെയ്യും. അതിനെ കോഷ്യൻ്റ് സ്പേസ് എന്നാണ് പറയുന്നത്. ഈ അഫൈൻ സ്പേസുകളുടെ എല്ലാം കൂടെ കളക്ഷനെയാണ് കോഷ്യൻ്റ് സ്പേസ് എന്ന് പറയുന്നത്. അപ്പോൾ V/Uവിനകത്തുള്ള എലമെൻറ്റ്സ് എങ്ങനെ ഇരിക്കും? X+U സച്ച് ദാറ്റ് X ബിലോങ്സ് ടു V. വി എന്നൊരു എലമെൻറ്റ് എടുക്കുക, എക്സോ വിയോ സ്മോൾ വിയോ ഏതെങ്കിലും എടുക്കുക, എക്സ് എടുത്തെന്ന് വിചാരിക്കുക. അപ്പോൾ X+U ആണ് ഒരു എലമെൻറ്റ്. അടുത്ത എലമെൻറ്റ് വിയിലെ അടുത്ത എലമെൻറ്റ് Y എടുക്കുക, Y+U അടുത്ത എലമെൻറ്റ്. അങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി നമുക്ക് ആ തിയറം അടുത്ത് 1.58 നോക്കാമേ. തിയറം 1.58 പറയുന്നത് നോക്കൂ. ക്യാപിറ്റൽ എന്ന് പറയുന്ന സബ്സ്പേസ് ആണെന്ന് വിചാരിക്കുക വിയുടെ. ദെൻ ഡയമെൻഷൻ വി എന്ന് പറയുന്നത് ഡയമെൻഷൻ യു പ്ലസ് ഡയമെൻഷൻ V/U. അതായത് നമ്മുടെ കോഷ്യൻ്റ് സ്പേസിൻ്റെ ഡയമെൻഷൻ വി ഡയമെൻഷൻ യു ഇതിൻ്റെ എല്ലാ ഡയമെൻഷനും തമ്മിലുള്ള ഒരു കണക്ഷൻ. അതായത് ഡയമെൻഷൻ V/U ഇതിനകത്ത് നിന്ന് എങ്ങനെ കിട്ടും? ഡയമെൻഷൻ വി മൈനസ് ഡയമെൻഷൻ യു എന്നാണ് കിട്ടുക. ഓക്കെ, ഇഫ് യു ഈസ് ഈക്വൽ ടു വി ദെൻ V/U. യുവും വി സെയിം ആണെങ്കിൽ നമുക്ക് V/U എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും കിട്ടുന്നത്? X+U എന്ന് പറഞ്ഞെടുക്കണമെന്നല്ലേ ഞാൻ പറഞ്ഞത്. എക്സ് എന്ന് പറയുന്നത് വിയും യു സെയിം ആണെങ്കിൽ യുവിലുള്ളത് തന്നെയാണ് ഈ എക്സ്. അപ്പോൾ X+U എന്ന് പറയുന്നത് എന്ത് തന്നെ കിട്ടും? യു തന്നെ കിട്ടും. ഇപ്പോൾ V/Uവിനകത്തിൽ ആകെ ഒറ്റ ഒരു എലമെൻറ്റേ ഉള്ളൂ, എന്ത്? യു എന്ന് പറയുന്നത്. യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ തൊട്ട് മുമ്പ് അത് വെക്റ്റർ സ്പേസ് ആണെന്ന് അഡിഷനും സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷനൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു അവിടുത്തെ 0 വെക്റ്റർ 0+U എന്ന് പറഞ്ഞായിരുന്നു. 0+U എന്ന് പറയുന്ന സംഭവമാണ് അവിടുത്തെ 0 വെക്റ്ററാണ് നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ ആ സമയത്ത് 0 വെക്റ്ററിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് 0 ആയിട്ടല്ലേ നമ്മൾ എടുത്തിട്ടുള്ളത് ആണ്. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഡയമെൻഷൻ വിയും റൈറ്റ് സൈഡിൽ ആ ഇക്വേഷനകത്തിൽ ഡയമെൻഷൻ യു പ്ലസ് ഡയമെൻഷൻ V/U 0യും കിട്ടും. അപ്പോൾ ഡയമെൻഷൻ ബിയും ഡയമെൻഷൻ യു സെയിം ആണല്ലോ. അപ്പോൾ ഈ ഇക്വേഷൻ വാലിഡാണ് ആ കേസിൽ. അപ്പം ഇനി നമ്മൾ അസ്യൂം ചെയ്യുന്നത് ഇങ്ങനെയല്ല, യു ഒരു പ്രോപ്പർ സബ്സ്പേസ് ആണെന്നാണ് അസ്യൂം ചെയ്യുന്നത്. ഇനി ലെറ്റ് ബി ബി എ ബേസിസ് ഓഫ് യു. അപ്പോൾ യു എന്ന് പറയുന്നതല്ലേ ചെറുത്, വിയുടെ സബ്സ്പേസ് ആണല്ലോ, അതിൻ്റെ ഒരു ബേസിസ് ആണ് ബി എന്ന് വിചാരിക്കുക. നമുക്ക് അങ്ങനെ ഒരു ബേസിസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്, സ്പാനും ചെയ്യുന്നുണ്ട് യുവിനെ. യു എന്ന് പറയുന്നത് വിയുടെ സബ്സ്പേസ് ആണ്, സബ്സെറ്റുമാണ്. അപ്പോൾ ബിയും ആരുടെ സബ്സെറ്റാണ്? വിയുടെ സബ്സെറ്റ്. ഒരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സബ്സെറ്റ് ആണല്ലോ. അപ്പോൾ നമുക്കതിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഒരു ബേസിസ് ആക്കി മാറ്റാം. സി എന്ന് പറയുന്നൊരു എക്സ്റ്റെൻഡ് ദിസ് ടു എ ബേസിസ് ഓഫ് വി. അപ്പോൾ ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നമ്മൾ വിയുടെ ഒരു ബേസിസ് ആക്കി മാറ്റുന്നു. ബിയുടെ കൂടെ നമ്മൾ ചേർക്കുന്നത് സി എന്ന് പറയുന്നൊരു സെറ്റാണ്, ബി യൂണിയൻ സി ആണ്. അപ്പോൾ ഇതിൻ്റെ ബേസിസ് എന്ന് പറയുന്നത് ബൈ തിയറം 1.46 വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ പറയാൻ സാധിക്കും. വിനെ നമുക്ക് യു ഡയറക്ട്സും ബാക്കി നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യാൻ ഉപയോഗിച്ച ആ ഒരു സെറ്റിൻ്റെ സ്പാൻ അത് നമ്മൾ 1.46 ചെയ്തിട്ടുള്ളതാണ്. ഇത് നിങ്ങൾ റെഫർ ചെയ്യണം. വി ഈക്വൽ ടു യു പ്ലസ് ബാക്കി വരുന്നതിൻ്റെ സ്പാൻ സി എന്ന് എഴുതാൻ സാധിക്കും. അപ്പോൾ ഇതിനകത്തുള്ള ഡയമെൻഷൻ വി എന്ന് പറഞ്ഞാൽ ഡയമെൻഷൻ യു പ്ലസ് ഡയമെൻഷൻ സ്പാൻ സി ആണല്ലോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ അതൊന്ന് ഡയമെൻഷൻ വി സീറോ ഡയമെൻഷൻ യു പ്ലസ് ഡയമെൻഷൻ സ്പാൻ സി എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ സ്പാൻ സിക്കകത്ത് വരുന്ന സിയുടെ ഓർഡർ എത്രയാണോ അത് തന്നെയാണ് ഡയമെൻഷൻ V/U എന്ന് പറയുന്നതെന്നും പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇക്വേഷനിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. അപ്പോൾ സി എന്ന് പറയുന്നത് സിയുടെ ഓർഡർ തന്നെ ഡയമെൻഷൻ V/U എന്ന് കാണിക്കണം. അതാണ് നമ്മളിനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഫംഗ്ഷൻ ഇങ്ങനെ ഡിഫൈൻ ചെയ്യുക. സിയിൽ നിന്നും V/Uവിലേക്ക് ഡിഫൈൻ ചെയ്യുകയാണ്. f(x) എന്നാണ്, f(c) അല്ല, f(x) = X+U എന്നാണ് നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇത് 1 ആണ്. 1 ആണെന്നുള്ളത് നമ്മൾ സൈഡിൽ പ്രൂവ് ചെയ്തിട്ടുണ്ട്. X+U f(x) = f(y) എന്ന് വിചാരിക്കുക. അപ്പോൾ X+U എന്ന് പറയുന്നത് Y+U എന്ന് കിട്ടും. അതായത് X - Y+U എന്ന് പറയുന്നത് U എന്ന് കിട്ടും. അതായത് X - Y എവിടെ ഉണ്ട്? യുവിനകത്തിലുണ്ട്. അപ്പോൾ X - Y യുവിനകത്തിലുണ്ട് ഇംപ്ലൈസ് ഈ എക്സും വൈയും സീനകത്തിലുള്ളതാണല്ലോ. സീനകത്തിലുള്ളതായിരുന്നു നമ്മുടെ ഈ എക്സും
വൈയും. ഇപ്പോൾ അത് x-y എന്ന് പറയുന്ന സംഭവം യുവിലുണ്ടെന്ന് കിട്ടി. അപ്പം യു അല്ലാത്ത തന്നെയാണ്, നമ്മൾ യുവിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് വന്ന സാധനമാണ് സി. അതായത് ബി ക്രിയേറ്റ് ചെയ്യുന്നത് യുവിനെയാണ്, അതിലല്ലാത്തതാണ് ഇവിടെ വരുന്നത്, സിക്കകത്ത് വരുന്നത്. അപ്പോൾ x-y എന്ന് പറയുന്നത് സിയിലുണ്ടായിരുന്നതാണ്, അതിപ്പം യുവിനകത്തിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ 0 ആകാനേ സാധ്യതയുള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് x-y 0 ആയി. അപ്പോൾ എക്സും വൈ സെയിം ആയല്ലോ, അപ്പോൾ അത് 1 ആണ് ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി ക്ലിയർലി ഇനി നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് ഓർഡർ ഓഫ് സി ഈസ് ഈക്വൽ ടു ഈസ് 1 ആണ്. അപ്പം എഫ് ഓഫ് സി സിക്കൽ എക്സ് പ്ലസ് യു ബിലോങ്സ് ടു വി ബൈ യു, എഫ് ഓഫ് സി സിക്കൽ എക്സ് പ്ലസ് യു ബിലോങ്സ് ടു വി ബൈ യു, അത് 1 ആണ്. 1 ആയതുകൊണ്ട് നമുക്ക്, അതായത് സിയിലെ ഓരോ എലമെൻറ്റിനും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു എക്സ് പ്ലസ് യു എന്ന് പറയുന്ന സാധനം കിട്ടും. ഇപ്പോൾ ഓർഡർ ഓഫ് സി എന്ന് പറയുന്നത് ഓർഡർ ഓഫ് എക്സ് പ്ലസ് യു സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു സി എന്ന് നമുക്ക് പറയാമല്ലോ. കാരണം സിയിലുള്ള ആൾക്കാർ എത്ര ആണോ ആ ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഓരോ എക്സ് പ്ലസ് യു, വൈ എടുത്താൽ വൈ പ്ലസ് യു അങ്ങനെ ഉണ്ട്. 1 ആയതുകൊണ്ടാണ് നമ്മൾ മാപ്പ് ചെയ്തിരിക്കുന്ന ആ രീതിയിലാണ്. സിയിലെ ഒരു എലമെൻറ്റ് എക്സ് എടുത്താൽ അതിനെ വി ബൈ യുവിനകത്തിലെ എക്സ് പ്ലസ് യുവിലേക്കാണ് മാപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പം സിയിൽ എത്ര പേരുണ്ടോ അത്രയും ആൾക്കാർ അപ്പുറത്തുണ്ടായിരിക്കുമല്ലോ. ഇനി നമ്മൾ എക്സ് പ്ലസ് യു ഓർഡർ ഓഫ് സി സിയുടെ ഓർഡർ ഓഫ് എക്സ് പ്ലസ് യു സച്ച് എക്സ് ബിലോങ്സ് ടു സി നമ്മൾ കണ്ടുപിടിക്കാൻ പോകും. വി പ്രൂവ് ദാറ്റ് എക്സ് പ്ലസ് യു സച്ച് എക്സ് ബിലോങ്സ് ടു സി ഇസ് എ ബേസിസ് ഓഫ് ബി. ഇത് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് എക്സ് പ്ലസ് യു സച്ച് എക്സ് ബിലോങ്സ് ടു സി, ഈ ഒരു സംഭവം എന്ന് പറയുന്നത് വി ബൈ യുവിൻ്റെ ബേസിസ് ആണെന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് ബേസിസ് ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഓർഡർ ഓഫ് സി എന്ന് പറയുന്ന സംഭവം എന്താവും, അത് ബേസിസ് ആണെന്ന് കിട്ടുമല്ലോ, സി ബേസിസ് ആണെന്ന് കിട്ടുമല്ലോ. ക്ലിയർലി സ്പാൻ ഓഫ് എക്സ് പ്ലസ് യു സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു സി, ക്ലിയർലി സ്പാൻ ഓഫ് എക്സ് പ്ലസ് യു സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു സി നമ്മൾ എടുക്കുന്നതെന്ന് വിചാരിക്കും. എക്സ് പ്ലസ് യു സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു സി ഉറപ്പായിട്ടും അത് വി ബൈ യുവിനകത്ത് കിടക്കും. കാരണം വി ബൈ യുവിനകത്ത് വരുന്ന എലമെൻസിൻ്റെ ഫോമല്ലേ ഇത്. അവരുടെ സ്പാൻ എടുത്തു കഴിഞ്ഞാൽ, അവരെ കൊണ്ട് നിങ്ങൾ സ്പാൻ എടുത്തു കഴിഞ്ഞാൽ എവിടെ കിടക്കും, വി ബൈ യുവിൽ കിടക്കും. വി ബൈ യു എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള എല്ലാത്തിൻ്റെയും കൂടെ കളക്ഷനാണ്. ഫോർ ദി അതർ, ഇനി തിരിച്ചു കൂടെ കാണിച്ചാൽ മതിയല്ലോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ വി പ്ലസ് യു എന്ന് പറയുന്ന എലമെൻറ്റ് വി ബൈ യു എന്ന് എടുത്തു. ഫോർ സം വി ബിലോങ്സ് ടു വി, സിൻസ് ക്യാപിറ്റൽ വി സിഗർ യു ഡയറക്ഷൻ സ്പാൻസി ആയതുകൊണ്ട് ദെയർ എക്സസ് വെക്ടേഴ്സ് യു ബിലോങ്സ് ടു യു, v1, etc. vn belongs to c and scalars such that v is equal to, നമുക്ക് വി നമ്മൾ ഇവിടുന്ന് ക്യാപിറ്റൽ വി എന്നാണ് എടുത്തത്. ക്യാപിറ്റൽ വി സിഗർ യു ഡയറക്ഷൻ സ്പാൻസി ആയതുകൊണ്ട് നമുക്ക് ഇതിനകത്തുനിന്നൊരു എലമെൻറ്റ് സ്മോൾ വി എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ എഴുതാം, യുവിലെ ഒരു എലമെൻറ്റ് പ്ലസ് സ്പാൻസിയിലെ എലമെൻറ്റ് അങ്ങനെ എഴുതാനായിട്ട് സാധിക്കും. ഇപ്പോൾ വി സിഗർ യു പ്ലസ് ആൽഫ 1 v1 പ്ലസ് എക്സെട്ര പ്ലസ് ആൽഫ n vn എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. സിയിലുള്ളവരുടെ v1, etc. vn belongs to c, അത്ര എലമെൻറ്റ്സാണ് നമുക്ക് സിയിലുള്ളത്. ദെൻ വി പ്ലസ് യു ഇസ് ഈക്വൽ ടു യു, വിയുടെ ഫോം അതെന്താണോ ഇപ്പോൾ കിട്ടിയത് അതേ പ്ലസ് യു ഇസ് ഈക്വൽ ടു, ഇനി ആൽഫ 1 ഇൻറ്റു v1 പ്ലസ് യു പ്ലസ് എക്സെട്ര പ്ലസ് ആൽഫ n ഇൻറ്റു vn പ്ലസ് ഇങ്ങനെ എഴുതിയേ. ദ ലാസ്റ്റ് വെക്റ്റർ ഈസ് ഇൻ സ്പാൻ. ഇപ്പം കിട്ടിയിരിക്കുന്ന സംഭവം എവിടെ ഉണ്ട്, സ്പാൻ ഓഫ് എക്സ് പ്ലസ് യു സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു സി ഇതിലുണ്ട് എന്ന് നമുക്ക് പറഞ്ഞുകൂടെ. കാരണം എന്താ, ഇപ്പോൾ ഈ v1 പ്ലസ് യു v2 പ്ലസ് യു എക്സെട്ര vn പ്ലസ് യു ഇതിൻ്റെ സ്പാനിലുള്ള v1 പ്ലസ് യു മുതൽ vn പ്ലസ് യു വരെയുള്ള എലമെൻസിൻ്റെ ഒരു ലീനിയർ കോമ്പിനേഷനായിട്ട് നമ്മൾ വി പ്ലസ് യുവിനെ എഴുതിയിരിക്കുന്നത്. ഈ പറഞ്ഞ v1 v2 എക്സെട്ര vn എന്ന് പറയുന്നത് സിയിലുള്ളതായിരുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറഞ്ഞുകൂടെ, ഇപ്പോൾ കിട്ടിയിരിക്കുന്ന സാധനം എവിടെ ഉണ്ട്, സ്പാൻ ഓഫ് എക്സ് പ്ലസ് യു സച്ച് ദാറ്റ് എക്സ് പ്ലസ് സിയിലുണ്ട് എന്ന് പറയാമല്ലോ. അപ്പോൾ വി ബൈ യു സബ്സെറ്റ് ഓഫ് സ്പാൻ ഓഫ് എക്സ് പ്ലസ് യു സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു സി എന്ന് നമുക്ക് പറയാം. കാരണം ഈ v1 v2 എക്സെട്ര vn എല്ലാം എവിടെ നിന്ന് ഉള്ളതാണ്, സിയിലുള്ളതാണ്. Therefore v by u equal to span of x plus u such that x belongs to c. We need to show that x plus u such that x belongs to c is linearly independent. നമുക്ക് ഇനി അടുത്തതായിട്ട് പ്രൂവ് ചെയ്യണം. അപ്പോൾ സ്പാൻ രണ്ടും ഈക്വൽ വി ബൈ യു ഇസ് ഈക്വൽ ടു സ്പാൻ ഓഫ് എക്സ് പ്ലസ് യു സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു സി എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി ഈ പറഞ്ഞ എക്സ് പ്ലസ് യു സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു സി ലീനിയർലി ഇൻഡിപെൻഡൻറ്റും കൂടാണെന്ന് നമുക്ക് കാണിക്കാൻ പോവാണ്. അപ്പോൾ ഫോർ ദിസ് ലെറ്റ് v1, etc. vn belongs to c and beta 1, etc. beta and b scalar such that beta 1 into v1 plus u plus etc. plus beta n into vn plus u is equal to
സീറോ എന്ന് എഴുതുന്നതിന് പകരം 0 + u എന്ന് എഴുതുക. സീറോ വെക്ടർ, ഇവിടുത്തെ സീറോ വെക്ടർ 0 + u ആണ്. ദെൻ u ഈസ് ഈക്വൽ ടു β1 × v1 + u + എക്സെട്രാ + βn × vn + u ഈക്വൽ ടു β1 v1 + എക്സെട്രാ + βn vn + ഓക്കെ. അപ്പോൾ ഇതിൻ്റെ അർത്ഥം β1 v1 + എക്സെട്രാ + βn vn ബിലോങ്സ് ടു എവിടെ ഉണ്ടെന്നാണ് യു അതായത് β1 v1 + എക്സെട്രാ + βn vn യുവിൻ്റെ കൂടെ ആഡ് ചെയ്തപ്പോൾ യു തന്നെ കിട്ടി. അതിൻ്റെ അർത്ഥം അത് യുവിലുണ്ട്. ഇനി അതേപോലെ ഈ v1, എക്സെട്രാ vn സിയിൽ നിന്ന് എടുക്കുന്നതാണ്. അപ്പോൾ അത് സ്പാൻ സിയിലും വരും. കാരണം സിയിലുള്ള ഒരു കുറേ എലമെൻസിൻ്റെ ലീനിയർ കോമ്പിനേഷൻ എവിടെ വരും? സ്പാൻ സി വരും. ഇപ്പോൾ യു ഇൻ്റർസെക്ഷൻ സ്പാൻ സിയിൽ വരും. യു ഇൻ്റർസെക്ഷൻ സ്പാൻ സി എന്ന് പറയുന്നത് 0 ആണ്. കാരണം അത് ഡയറക്റ്റ് സമ്മിനകത്തിൽ വരുന്ന 2 എലമെൻറ്റ്സ്. ഡയറക്റ്റ് സമ്മായിട്ട് എഴുതുമ്പോൾ അത് 2 നമ്മൾ ഇൻ്റർസെക്ഷൻ 0 ആയിരിക്കണമെന്നാണ്. അപ്പം ഇനി β1 v1 + എക്സെട്രാ + βn vn എന്ന് പറയുന്ന ഈക്വൽ ടു 0 എന്ന് കിട്ടി. അതിൻ്റെ അർത്ഥം ഈ സ്കെയിലാറുകളെല്ലാം എന്താ? 0 ആയിരിക്കണം. കാരണം സി ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ ഈ പറഞ്ഞ തൊട്ട് മുമ്പുള്ള അത്രയും സ്കെയിലാറുകൾ നമുക്ക് 0 ആണെന്ന് കിട്ടി. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മുടെ പിന്നെ സ്പാൻ, അതായത് സെറ്റ് ഓഫ് x + u such that x belongs to c എന്ന് പറയുന്ന സാധനം ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്തു. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇതൊരു ബേസിസ് ഫോം ചെയ്യും. അതായത് ഇതിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടോ അത്രയും തന്നെയാണ് സിയിലുള്ള എലമെൻറ്റ്സും. അപ്പോൾ ഇതെന്ന് പറയുന്നത് ബേസിസ് ഫോം ചെയ്തു. അപ്പം സി എന്ന് പറയുന്നത് എന്ത് ഫോം ചെയ്യും? നമുക്ക് ബേസിസ് ഫോം ചെയ്യും. കാരണം ഇതിനകത്തിൽ എത്ര പേരുണ്ടോ അത്രയും ആൾക്കാരാണ് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് സിയിലും ഉണ്ട്. സിയിലും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് വെക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഡയമെൻഷൻ ഓഫ് v/u = ഓർഡർ സി നമുക്ക് കാണിക്കാനായിട്ട് പറ്റും. അപ്പം എന്താ പറയുക, ഓർഡർ സിയുടെ അത്രയും എലമെൻറ്റ്സ് തന്നെയാണ് നമ്മുടെ x + u such that x belongs to സിയിലുള്ളത്. അപ്പോൾ അത് നമുക്കൊരു എന്താണ് ബേസിസ് ആണ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓർഡർ സി കറസ്പോണ്ടിങ് അത്ര എണ്ണമാണ്. സി എന്ന് പറയുന്ന ബേസിസ് എന്നല്ല, ആ കറസ്പോണ്ടിങ് എണ്ണം സെയിം ആയിരിക്കും എന്നാണ്. ഓക്കെ. ഇപ്പോൾ ഡയമെൻഷൻ = ഡയമെൻഷൻ w = ഡയമെൻഷൻ. ഇനി നമുക്ക് ഡയമെൻഷൻ ഫോർമുല പഠിച്ച് ഡയമെൻഷൻ u + ഡയമെൻഷൻ w = ഡയമെൻഷൻ u + w + ഡയമെൻഷൻ u ഇൻ്റർസെക്ഷൻ w. അപ്പോൾ ഡയമെൻഷൻ v + ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ u + ഡയമെൻഷൻ v/u. ഇതെന്തിനാണ് ഉപയോഗിച്ചെന്ന് നോക്കട്ടെ. ഫോർ ഫൈനൈറ്റ് വെക്ടർ സ്പേസ് വി ഹാവ് പ്രൂവ്ഡ് 2-dimensional ഫോർമുല v ഈസ് ഈക്വൽ ടു u + ഡയമെൻഷൻ u + ഡയമെൻഷൻ w ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ u + w + ഡയമെൻഷൻ u ഇൻ്റർസെക്ഷൻ w. അത് സത്യം പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല. കാരണം നമ്മൾ തൊട്ട് മുമ്പ് ഇതില്ലാതെ തന്നെ നമുക്കത് പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുമേ. ഓക്കെ.